ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ആക്സസ് പോയിൻ്റ് എന്താണെന്ന് നോക്കാം. നോർമലി എൻ്റെ ആക്സസ് പോയിൻ്റ് കോൺഫിഗറേഷനും ഒമേഡ കോൺഫിഗറേഷനൊക്കെ ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് ടെക്നീഷ്യന്മാർക്ക് ഉള്ളത്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം അല്ലാത്തവർക്ക് ആക്സസ് പോയിൻ്റ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് ഉള്ള വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് കാണാം. അല്ലാത്തവർക്ക് ഇത് അറിയാവുന്നൊരു വിഷയം തന്നെയായിരിക്കും. എല്ലാം ഒരു തുടക്കക്കാർക്കും മനസ്സിലാവുന്ന വീഡിയോ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആക്സസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് റൗട്ടേഴ്സ് വെക്കുന്നത്. നോർമലി റൗട്ടേഴ്സ് വെക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യാനും ആ ഒരു നെറ്റ്വർക്കിനെ കൂടുതൽ സ്ഥലങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് റൗട്ടേഴ്സ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹോട്ടലുകൾ അല്ലെങ്കിൽ ഒരു ലോഡ്ജ് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ, അങ്ങനെ വലിയ പ്ലേസുകളിൽ നമുക്ക് ഈ ഒരു റൗട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താ, റൗട്ടറിന് എപ്പോഴും നമ്മൾ ആ ഒരു ചാർജ് കൊടുക്കണം. റൗട്ടർ PoE വരില്ല. റൗട്ടറിന് എപ്പോഴും ആ ഒരു അഡാപ്റ്റർ ഉണ്ടാവും. ആ അഡാപ്റ്റർ എല്ലായിടത്തും കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം വെച്ചാൽ എവിടെയെങ്കിലും എല്ലാ സ്ഥലത്തും ഇപ്പോൾ നമ്മളൊരു കോറിഡോറിലാണ് വെക്കുന്നത്, ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോറിഡോറിലാണ് വെക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു അഡാപ്റ്റർ ഫിറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് വേണം, നമ്മൾ ആ ഒരു വയറിൽ കൂടി തന്നെ, ഒരു വയറാണ് അവിടെ വരുന്നതെങ്കിൽ ആ വയറിൽ കൂടി തന്നെ പവർ കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി അവിടെ വേണം. അപ്പോഴാണ് നമുക്ക് എന്ത് വേണ്ടി വരുന്നത്, ഇങ്ങനത്തെ ഒരു ആക്സസ് പോയിന്റുകളെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഈ ആക്സസ് പോയിന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അഡാപ്റ്ററുകളുടെ ആവശ്യമില്ല. നോർമലി ഇതിനകത്ത് PoE സപ്പോർട്ടഡാണ്. PoE മീൻസ് പവർ ഓവർ എതർനെറ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ആ ഒരു PoE സപ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ ആ വയറിൽ കൂടി തന്നെ ഈ ഒരു ഡിവൈസിനെ പവർഡ് അപ്പ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പവർഡ് അപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരം ഒരു അഡാപ്റ്ററിൻ്റെ യൂസുകളൊക്കെ ഒഴിവാക്കാം. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് തന്നെ സിംഗിൾ ബാൻഡ് ഉണ്ടാവും, ഡബിൾ ബാൻഡ് ഉണ്ടാവും. പിന്നെ ഒരുപാട് ഡിവൈസുകൾ കണക്ട് ചെയ്യാനായിട്ട് ആക്സസ് പോയിന്റിൽ സാധിക്കുന്നു. പിന്നെ ഒരു TP ലിങ്കിൻ്റെയൊക്കെ ആണെങ്കിൽ ഒമേഡ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷനിലൂടെ തന്നെ ഒരുപാട് അത് കൺട്രോളർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ, നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപാട് ഫീച്ചേഴ്സ്, അതായത് എത്ര പേർക്ക് കൊടുക്കണം, എത്ര ലിമിറ്റ് കൊടുക്കണം, എത്ര സ്പീഡ് കൊടുക്കണം, എത്ര നേരത്തേക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് തന്നെ അസൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫങ്ഷൻസ് ഉള്ളതാണ് ഈ ഒരു ആക്സസ് പോയിന്റ്. അപ്പോൾ ആക്സസ് പോയിന്റ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാർജ് ഏരിയ, അതിപ്പോൾ ഒരു ഹോട്ടലാവാം അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലാവാം, അങ്ങനെ ഒരു ലാർജ് ഏരിയയിലാണ് നമുക്കിത് ഉപയോഗിക്കുന്നത്. ഒരു ഷോപ്പിംഗ് മാളാവാം, അവിടെകളിലൊക്കെ ആക്സസ് പോയിന്റ് തന്നെയാണ് നിങ്ങൾ വയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും റൗട്ടേഴ്സ് സജസ്റ്റ് ചെയ്യരുത്. റൗട്ടേഴ്സ് ഒന്നാമത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഓഫീസുകളിൽ ഒരു ടേബിളിലൊക്കെ റൗട്ടർ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നോർമൽ അല്ലാണ്ട് ഒരു വലിയ ഓഫീസ് ആണെങ്കിൽ പോലും അവിടെയാണെങ്കിലും നമുക്ക് ഈ ഒരു ആക്സസ് പോയിൻ്റാണ് ഏറ്റവും നല്ലത്. ആക്സസ് പോയിന്റിന് ഈ പറഞ്ഞ പോലെ നമ്മൾ അഡാപ്റ്റർ വലിക്കേണ്ടല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയിലായിട്ട് സീലിംഗിൽ ഇരിക്കുകയും ചെയ്തോളും. അപ്പോൾ അത്തരം ഏരിയയിലോട്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ ആക്സസ് പോയിന്റ് സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് യൂസേഴ്സ് വരുന്നിടത്തും ആക്സസ് പോയിന്റ് നല്ലതാണ്. കാരണം നോർമലി റൗട്ടേഴ്സിനെ അപേക്ഷിച്ച് ആക്സസ് പോയിൻറ്റ്സിന് ഒരുപാട് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മെയിൻ അഡ്വാൻറ്റേജ് അതാണ്. ആപ്ലിക്കേഷൻ ത്രൂ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒരു വലിയ സംഭവമാണ് ഈ നമ്മൾ ഈ ഒരുപാട് ലാർജ് ഏരിയയിലോട്ട് വരുമ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കുക, ആക്സസ് പോയിന്റ് അങ്ങനത്തുള്ള ഇത് സെറ്റ് ചെയ്യുന്ന ഒരു റൗട്ടറിന് പോലെ തന്നെ ഒരു ഡിവൈസാണ്. ആ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതൊക്കെ തന്നെയുള്ള വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ളതും സ്പീഡ് കൂട്ടാനായിട്ടുള്ളതും അങ്ങനെയുള്ള ആ ഒരു പർപ്പസ് തന്നെയാണ് ഈ ഒരു ആക്സസ് പോയിന്റിനുള്ളൂ. പക്ഷേ ഇത് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഏരിയയിലും അത്തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഹോം യൂസിന് ഉപയോഗിക്കില്ല എന്നല്ല, അത്രയും വലിയ വീടുകളിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ല ഭംഗിയിലൊക്കെ നമുക്കിത് മുകളിൽ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു റൗട്ടറും ആക്സസ് പോയിന്റും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ നോർമലി ഒരു എയർടെല്ലിലും അല്ലെങ്കിൽ ജിയോയിലൊക്കെ ഉള്ള ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ ചിലപ്പോൾ ഇത് അധികം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ പലപ്പോഴും എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നോക്കേണ്ടത് എന്താ ഡിവൈസ് എന്നുള്ളത്. ഡിവൈസ് വേറെ നല്ല ആക്സസ് പോയിന്റാണ്. ഈ പറഞ്ഞ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത്തരം ഡിവൈസുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.